എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ രണ്ടുപേരാണ് വീണ്ടും ഏറിപ്പോയിട്ടുള്ളത്, ജയറാമും ടിനി ടോം. ടിനി ടോമിലോട്ട് വരാം, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതുപോലെ ആദ്യം ജയറാമിൽ നിന്ന് തുടങ്ങാം. ജയറാം കുറച്ച് ദിവസമായിട്ട് എയറിലാണ്. ഈ അമിത വിനയം, നമ്മൾ വലിയ സിംപ്ലിസിറ്റിയാണ് മെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീംസിന്റെ ഒക്കെ തനി കുണങ്ങളാണ് നമ്മളിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസങ്ങളിലും പറയുന്ന കള്ളങ്ങളും ഒക്കെ ഇങ്ങനെ കറങ്ങിത്തിരിയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴപ്പോഴേ തിരുത്തിയും മാറ്റിയും പറയേണ്ടി വരില്ല. പക്ഷെ നമ്മൾ കള്ളമാണ് ഒരു ആളെടുത്ത് പറയുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറെ കഴിയുമ്പോൾ മറന്നു അയാളുടെ അടുത്ത് എന്ത് പറഞ്ഞതെന്ന്. അപ്പം നമ്മൾ അടുത്ത ആളെടുത്ത് വേറെ കള്ളം പറയാം. ഇങ്ങനെ വരുമ്പോൾ അത് തൂക്കും. സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാറ്റം വരത്തില്ല. കള്ളം പറയുമ്പോഴാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. കേട്ടാ, അത് ജയറാമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ സലീം കുമാർ ഏട്ടൻ മരിച്ചു. ആ ഒരു ചടങ്ങിൽ വരാനായിട്ട് ഒരുപാട് നടന്മാരൊക്കെ വന്ന് പോയി, കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചടങ്ങുകൾ നടന്നു. ഓക്കെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു, അങ്ങനെ എല്ലാവരും വന്നു പോയൊക്കെ നിന്നു. അതിൻ്റെ ഇടയിൽ കഴിവേറികൾ ചിരിച്ച് അട്ടഹസിച്ചവരുണ്ട്. മുഖ്യമന്ത്രിക്ക് മറ്റേ അവൻ്റെ കോണാൻ വലിച്ച് ഇട്ടുകൊടുത്ത ടീംസ് ഉണ്ട്. അങ്ങനെ കുറേ ആൽക്കുലത്ത് പരിപാടികളൊക്കെ നടന്നു. അപ്പോൾ ജയറാമേട്ടനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, സലീമേട്ടനെ അവസാനമായിട്ട് ഒന്ന് കാണാനായിട്ട്. ഓക്കെ, വന്ന സമയത്ത് കമന്റ് ബോക്സിൽ മൊത്തം ജയറാമേട്ടന് എതിരായി. കാരണം ശ്രീനിവാസൻ മരിച്ചിട്ട് ജയറാമേട്ടൻ വന്നില്ല. അവിടെ റീസൺ പറഞ്ഞത് ഷൂട്ടിങ്ങിൽ തിരക്കായിരുന്നു, ഞാൻ വന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് ഒരുപാട് നഷ്ടമായിപ്പോവും എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ ഡാവ് വർത്താനം പറഞ്ഞു. എന്നാൽ അതേ ജയറാമേട്ടൻ ഈ പ്രൊഡ്യൂസറിന് നഷ്ടം വരും എന്നൊക്കെ ചിന്തിച്ച വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ട് 2020 ക്ലൈമാക്സ് ഷൂട്ടിംഗ് സമയത്ത് ആശാൻ മുങ്ങി എവിടെ? തമിഴ്നാട്ടിൽ ദീപാവലി ആഘോഷിക്കാനായിട്ട്. അപ്പം അത് അൽക്കുലത്ത് പരിപാടിയല്ലേ? ഓക്കെ, ശ്രീനിവാസന്റെ കേസിൽ വരാൻ പറ്റാത്തത് പ്രൊഡ്യൂസറിന് നഷ്ടം വരാതിരിക്കാനെന്നാണ് നമ്മുടെ ജയറാമേട്ടന്റെ ചിന്താഗതിയെങ്കിൽ എന്തുകൊണ്ട് 2020 എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് സമയത്ത് അവിടെ നിന്ന് മാറി മറ്റേ ദീപാവലി ആഘോഷിക്കാൻ പോയി? അതെന്ത് പ്രൊഡ്യൂസറിന് നഷ്ടം വരൂലേ? അത് പ്രൊഡ്യൂസർ കോടീശ്വരനാണ്. ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഒരു അരുവെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്യാം. ജയറാമേട്ടൻ വന്ന വീഡിയോ ആദ്യം ഒന്ന് കാണാം. ഓക്കെ, ജയറാമേട്ടൻ നടന്നു വരുന്നുണ്ട്, പിഷാരടിയും കൂടെ ഉണ്ട്. പിഷാരടിയൊക്കെ കട്ടയ്ക്ക് മൊത്തം നിന്നെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം മൊത്തത്തിലവിടെ ഓൾറൗണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ജയറാമേട്ടൻ വന്ന്, കാരണം ശ്രീനിവാസന്റെ കേസിൽ നല്ല ഏറിപ്പോയി നെഗറ്റീവും കേട്ട് നാട്ടുകാരുടെ തള്ളക്കുള്ളിയും കേട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇവിടെയെങ്കിലും വന്നിട്ട് എനിക്കുള്ള നെഗറ്റീവ് എല്ലാം മാറ്റി എടുക്കണമെന്ന് ചിന്തിച്ചാണോ, അതോ ഇനി റിയലായിട്ട് പ്രൊഡ്യൂസറിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ട് കാണാൻ വന്നതാണോ, അതോ ഇനി വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് കാണാൻ വന്നതാണോ എന്നൊക്കെ. ഓൾറെഡി ഓവർ വിനയത്തിന്റെ പേരിൽ എയറിലാണ് നമ്മുടെ ജയറാമേട്ടൻ. ഇവിടെ വന്നിട്ടും അത്യാവശ്യം ഓവർ വിനയമൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിനിപ്പോൾ അങ്ങയുടെ പേഴ്സണാലിറ്റി എന്തെങ്കിലും ആവട്ടെ. എന്നാലും എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം കാണിക്കുന്ന പരിപാടികൾ അങ്ങനത്തെ പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ചോദിക്കും. ആ കുടുംബത്തിന്റെ അടുത്ത് വന്നിട്ട്, സലീമേട്ടന്റെ കുടുംബത്തിന്റെ അടുത്ത് വന്നിട്ട് അവിടെ വിനയം കാണിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും ക്യാമറ കണ്ണുകൾ ചൂണ്ടിയെടുക്കുമെന്ന് ജയറാമേട്ടനും അറിയാം, നാട്ടുകാർക്കും അറിയാം. ഓക്കെ, ശ്രീനിവാസൻ ചേട്ടൻ്റെ ചടങ്ങിലും കാര്യങ്ങളൊക്കെ വരാത്തതുകൊണ്ടുള്ള നെഗറ്റീവ് ഇവിടത്തോടെ ഞാൻ മാറ്റിയെടുക്കും എന്നുള്ളൊരു തട്ടിലാണ് വന്നതെന്ന് ആണിപ്പോൾ കരക്കമ്പിയിലെ സംസാരം. എന്തായാലും ജയറാമേട്ടൻ വന്നു. ഓക്കെ, വന്നത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് കുറച്ച് കമൻസ് നോക്കാം. ഇവൻ ഇനി ഇതിൻ്റെ പേരിൽ എന്തെല്ലാം കഥകൾ ഇറക്കുമെന്ന് ദൈവത്തിനറിയാം. വിനയകുമാരൻ, പുതിയ പേരാണ് നമ്മുടെ ജയറാമേട്ടൻ്റെ, വിനയകുമാരൻ, നല്ല പേര്. ഓക്കെ, എന്താ കമന്റ് ബോക്സിൽ ജയറാമിനെ തെറി വിളിക്കുന്നത്? എന്താ പ്രശ്നം വേറെ ഒന്നുമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് പ്രശ്നം. കാരണം പ്രൊഡ്യൂസറിന് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ശ്രീനിവാസൻ ചേട്ടന്റെ മരണ ചടങ്ങിൽ എത്തിയില്ല. എന്നാൽ പ്രൊഡ്യൂസറിന് നഷ്ടം വരട്ടെ എന്ന് വിചാരിച്ച് 2020 സിനിമയുടെ ക്ലൈമാക്സ് അഭിനയിക്കാൻ നിൽക്കാണ്ട്, അവിടെ ആ സമയത്ത് നിൽക്കാണ്ട് നേരെ പോയി എങ്ങോട്ട്? ദീപാവലി ആഘോഷിക്കാൻ തമിഴ്നാട്ടിലോട്ട്. അപ്പൊ അന്ന് പ്രൊഡ്യൂസറിന് നഷ്ടം വരില്ല. ഇതാണ് വിഷയം. ഓക്കെ, എന്താ കമന്റ് ബോക്സിൽ? ഓക്കെ, അത് വായിച്ച് അടുത്ത കമന്റ്. ഏറാം, വിതുമ്പിയാലും ഇല്ലെങ്കിലും കോടിക്കണക്കിന് ആരാധകർ കരയുന്നുണ്ട്. ഇപ്രാവശ്യം നാട്ടുകാരെ കാണിക്കാൻ വന്നു, അല്ലെങ്കിൽ നേരമില്ല, അഭിനയ വിനയൻ. ഓക്കെ, ശ്രീനിവാസനെ തിരിഞ്ഞു നോക്കാത്ത ജയറാം. കേട്ടല്ലോ, ഇതൊന്നും ഞാൻ പറയുന്നില്ല, നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരുടെ അഭിപ്രായം നാട്ടുകാർ പറയുമല്ലോ. ശ്രീനി സാർ മരിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാത്ത കക്ഷി. ജയറാമിന്റെ കുനിയൽ കണ്ട് ആ ഇരിക്കുന്ന ആൾ കൺഫ്യൂസ് ആയി പോയി. വേഷങ്ങൾ ജന്മങ്ങൾ, ജയറാമാരാ മോൻ ഇങ്ങനെ കുനിഞ്ഞാൽ മുഖം തറയിൽ മുട്ടില്ലേ? വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണ് ജീവിതമാകെ. എന്തായാലും ഒരു വിനയകുമാരൻ വിത്ത് മെഗാസ്റ്റാർ തന്നെ, മമ്മൂട്ടിയെ തോപ്പിക്കും. ഓക്കെ, അഭിനയ വിനയൻ തിരക്കഥയിൽ വിതുമ്പി അഭിനയിച്ചു തിരിച്ചുപോയി.
വിനയം ആണ് ഇവന്റെ മെയിൻ, അഭിനയം ജയറാം. ഫിലിം ആക്ടിംഗ് ഈസ് ദ പ്രൊഫഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഹൗ ദേ ബിക്കം ഗ്രേറ്റ് പേഴ്സണാലിറ്റി വെൻ ദേ ഡൈഡ്. ഓക്കെ, അപ്പൊ അതൊക്കെ അവിടെ കിട്ടും. കമന്റ് ബോക്സിൽ ശ്രീനിവാസന്റെ മരണത്തിന് വന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടുകാർ എടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട്, ഇറന്നു വാങ്ങുന്നതാണ്. ഓക്കെ, അതിൽ നാട്ടുകാരും തെറ്റൊന്നും പറയത്തില്ല. ഇതേ ജയറാം കാണിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. 2020 സിനിമയുടെ ആ ഒരു ക്ലൈമാക്സ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ഇതുപോലെ ദീപാവലി ആഘോഷിക്കാൻ പോയ ജയറാമേട്ടൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. ஒரு வாட்டி கூட பாருங்க, கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். ஓகே ஓகே, என்னோட போர்ஷன் ஃபைட் எல்லாம் முடிஞ்சிருச்சு. சரி, கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷார்ட் எடுக்கணும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்ல உனக்கு தீபாவளி பெருசா கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். ഓ, അതായത് മനസ്സിലായല്ലോ, 2020 സിനിമയുടെ ക്ലൈമാക്സിൽ ലാസ്റ്റ് 5 പേരും നടന്നു വരുന്നത് നിനക്ക് മുഖ്യമോ അതോ നിനക്ക് ദീപാവലി മുഖ്യമോ എന്ന് പ്രൊഡ്യൂസർ എടുത്ത് കേട്ട. അപ്പൊ എനിക്ക് ദീപാവലി ഇതാ മുഖ്യം എന്ന് പറഞ്ഞ് അന്ന് പോയ ആളാണ്. ഓക്കെ, കാര്യം പിടിയിട്ടില്ല ഞാൻ പറയാതെ തന്നെ. ഓക്കെ, അപ്പോ തനിക്ക് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ദീപാവലിയാണ്. അങ്ങനെ പോയ ദീപാവലി വിനയകുമാരനാണ്. ഓക്കെ, കേട്ടോണം. അന്ന് പ്രൊഡ്യൂസറിന് എടുത്ത് പറഞ്ഞിട്ട് പോകാത്ത ആളാണ്. ശ്രീനിധി ചേട്ടൻ മരിച്ചപ്പോൾ പ്രൊഡ്യൂസറിന് നഷ്ടം വരുമെന്ന് പറഞ്ഞ് വരാത്ത ആളാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ എക്സ്പോസ് ആയി. ചുമ്മാ വേണമെങ്കിൽ വരായിരുന്നു, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ വരണ്ട. പക്ഷെ കിടന്ന് മെഴുകാതിരിക്കുക, കിടന്ന് ഉരുളാതിരിക്കുക. ഉരുണ്ട് കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് വെച്ച് അഭിപ്രായം പറയും. നിങ്ങൾ വരികയോ പോവുകയോ എന്താണെന്ന് വെച്ച് ചെയ്തു. ഇവിടെ ആർക്കും ഒരു ഇതില്ല. പിന്നെ നാട്ടുകാർ പറയും, നിങ്ങളെ ഈ കുണുകുണ പരിപാടികളൊക്കെ കാണുമ്പോൾ നാട്ടുകാർ വിളിച്ച് പറയും അന്ന് ശ്രീനിധി ചേട്ടൻ്റെ വന്നില്ല, 2020 ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കും. മനസ്സിലായോ? അന്ന് ശ്രീനിധി ചേട്ടൻ്റെ ആ ഒരു ചടങ്ങിന് വരാത്തതിൻ്റെ റീസൺ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരും, ഷൂട്ടിങ് പണ്ട് 2020 നഷ്ടം വന്നില്ലേ, അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ബാക്കി 2020 പടത്തിൽ വന്ന് ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരോടും നടന്നു വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിൽ പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്, അതുകൊണ്ട് അതിന് പോവാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്നങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കെടുക്ക മറ്റേത് അങ്ങനെ എങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളാണ്, എൻ്റെ പൂജയും എല്ലാം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്, അതിന് പോണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. അന്ന് അച്ഛോ അങ്ക കേരളത്തിലെ ഇവിടെ കേരളത്തിലെ വന്ന് ശബരിമല, അങ്ക തമിഴ്നാട്ടിൽ വന്ന് ദീപാവലി. യാരുടാ നീ എന്നടാ പണി വെച്ചിരിക്കെ, ഒരു രക്ഷയില്ല. അതാണ് ജയറാമേട്ടൻ. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് അവിടെ നിൽക്കും. നമ്മൾ കള്ളമാണ് പറയുന്നതെങ്കിൽ ഓരോ സ്ഥലത്ത് നമ്മൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. സത്യത്തിൽ നിങ്ങൾ ശബരിമലയ്ക്ക് പോയോ അതോ ദീപാവലിക്ക് പോയോ അതോ ഇനി വീട്ടിൽ കിടന്ന് ഉറങ്ങി, ഏതാണ് സത്യം? ഇവിടെ തന്നെ വിനയകുമാരൻ എക്സ്പോസ് ആയി. അപ്പോൾ ഇത് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് തോന്നുന്നു സലീമേട്ടൻ്റെ ഒരു ചടങ്ങിന് വന്നത് അന്ന് ശ്രീൻ ചേട്ടൻ്റെ വരാത്തതുകൊണ്ട് ഏറിപ്പോയതിൻ്റെ ഇതായതുകൊണ്ട് വിനയകുമാരൻ വന്നിട്ട് ഒരു വിനയം കാണിച്ചിട്ട് പോയതാണെന്ന് നാട്ടുകാർ പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നി, ഞാനും ഈ നാട്ടിലുള്ള ആളല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ജയറാമേട്ട. നിങ്ങൾ എക്സ്പോസാ, മനസ്സിലായ? നിങ്ങൾ പറഞ്ഞ പച്ച കള്ളവാ. നിങ്ങൾ ദീപാവലിക്കും പോയി കാണില്ല, ശബരിമലയ്ക്കും പോയി കാണില്ല, ചുമ്മാ വേറെ എവിടെയെങ്കിലും പോയി കാണും, തള്ളി മറിച്ച് കാണും. എന്നിട്ട് അല്ലെങ്കിൽ ഇതെന്തുവാ മലയാളം നമ്മുടെ കേരള ഇന്റർവ്യൂവിൽ വന്ന് അണ്ണ സൊല്ലുക ശബരിമലയ്ക്ക് പോയെന്ന്, തമിഴ്നാട്ടിലെ വന്ന് ദീപാവലിക്ക് പോയെന്ന്. ഇത് സംഭവം തമിഴ്നാട്ടിലെ ഓഡിയൻസിനെ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട് അണ്ണൻ തമിഴ്നാട്ടിലെ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് സംഭവം. ഞാൻ ദീപാവലിക്ക് പോയിരുന്നു. അങ്ങനെ പറയുമ്പോൾ തമിഴ്നാട്ടിൽ അണ്ണൻ ആൾക്കാർ எங்க ஜெயராம் அண்ணன் வந்து தமிழ்நாட்டில் மலையாளி ஆனாலும் நம்ம தமிழ்நாட்டில் ஆഘോഷமே ஆഘോഷിച്ചിട്ട് இருக்கே என்ன சொல்லுவேன் എന്ന് നനച്ചേ. അടുത്ത് ഇപ്പറം കേരളത്തിൽ വന്നിട്ട് ശബരിമല. ഇത് 2 സ്ഥലത്തെ 2 പ്രധാന ഉത്സവങ്ങളാണ്. അല്ലെ ദീപാവലി ഓക്കെ ഉത്സവം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇവിടെ ശബരിമല എന്ന് പറയുമ്പോൾ അത് സീസണാണ്. മലയാളികളുടെ ഇത്ര അങ്ങ് വേറെ സ്ഥലങ്ങളിലൊന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഇതാണ് നമ്മുടെ ശബരിമല. അപ്പോൾ ഇത് രണ്ടും പറയുമ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. ഏത് കാര്യം പിടിയിട്ടില്ല.
അത്രേ ഉള്ളൂ. അണ്ണാ നല്ല ഒന്നാം തരം വികടകുമാരനാണ്. എന്നിട്ട് വിനയകുമാരനാണ് പേര്, കൊച്ചു കള്ളൻ. ഇനി നമ്മുടെ വേറെ ഡയറക്ടർ പറയുന്ന കേട്ട് നോക്കാം ജയറാമേട്ടനെ പറ്റി. കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ പിണങ്ങിയ കാരണം അറിയണം, വഴക്ക് കൂടിയിരിക്കണം. ഇത് വഴക്കില്ലാതെ തനിയെ ഇങ്ങനെ അകന്നു പോകില്ലേ? ചില സിനിമകളിലൊക്കെ ചില ഷോട്ട് കാണുമല്ലോ, ചില കഥാപാത്രങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ. എന്നിൽ നിന്ന് നടന്നു പോയൊരു വ്യക്തിയാണ് ജയറാം എന്ന് എനിക്ക് തോന്നാറ്. നമ്മൾ വെറുതെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ വിളിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ മോഹിച്ചുകൊണ്ടോ അല്ലല്ലോ വിളിക്കുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ ജയറാമിനെ ഞാൻ വിളിക്കുന്നത്, ജയറാമിൻ്റെ ഡേറ്റിന് വിളിക്കുന്നത് പോലെ പുള്ളി പ്രതികരിക്കുമായിരുന്നു. ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ് എന്ന് പറഞ്ഞ് വയ്ക്കും. അത് എനിക്ക് അപ്പം ഞാൻ ഒരിക്കൽ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്? അതായത് നേരത്തെ ഞങ്ങൾ വീട്ടിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഇത് സംഭവം നേരത്തെ വേറൊന്നുമില്ല, ആള് സംഭവം സെറ്റായി, ക്യാഷായി, അടിപൊളി റിച്ചായി. അപ്പൊ ഇനി നമുക്ക് അത്ര ഇങ്ങനത്തെ ആൾക്കാരൊന്നും വേണ്ട. നമുക്ക് നമ്മുടേതായ സ്റ്റാറ്റസിലുള്ള ആരെങ്കിലും ഷാറുഖ് ഖാൻ, മമ്മൂക്ക, മോഹൻലാൽ ആ റേഞ്ചിലൊക്കെ നിന്നാൽ മതി. അല്ലാത്തവരൊന്നും നമുക്ക് വേണ്ട എന്നൊക്കെ ആയിരിക്കും. അതെങ്ങനെയാണ്ടേ, ചിലവന്മാര് കുറച്ചൊന്നും ആയിക്കഴിഞ്ഞാൽ വന്ന വഴിയെല്ലാം അങ്ങ് മറക്കും. പിന്നെ സിനിമ അടിപൊളി സിനിമകളാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ളൊരു നടനാണ്. ടിനി ടോമിനെ പോലെ അഭിനയിക്കാൻ അറിയാത്തൊരു നടനൊന്നുമില്ല. പണ്ട് കരഞ്ചാൻ എന്നുള്ളൊരു പേര് ജയറാമിനുണ്ടായിരുന്നു കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സീൻ എടുത്താലും കരച്ചിൽ മെയിനായിരുന്നു. ഓക്കെ, എന്നാലും അഭിനയം, കോമഡി, മാസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുമായിരുന്നു. ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുള്ള നടനാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. പക്ഷേ ആ നടൻ ആ ആക്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ. ലൈഫിൽ അയാൾ വെറും ഫ്ലോപ്പാണെന്ന് ഇപ്പോൾ കുറച്ച് ഇതായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ വിനയകുമാരൻ്റെ വികടകുമാരത്തരം എല്ലാം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനും വൈഫും മോളും കൂടി ഇരിക്കുമ്പോഴോ ജയറാമിൻ്റെ കോള് വന്നാൽ എൻ്റെ മോള് പറയും, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് നീങ്ങുമ്പോൾ എൻ്റെ മോൾ അവിടെ നിന്നുകൊണ്ട് പറയും, ഇനി 1 മണിക്കൂർ പോയി. 1 മണിക്കൂറാണ് കോൾ. അതിനകത്ത് നസീർ സാറ് വരും, സബ്ജക്റ്റിൽ യേശുദാസ് വരും. ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് ഇത്രയും സിനിമകൾ ഹിറ്റായത്. അതേ ആള് ഫോൺ ചെയ്ത് സംസാരിക്കുമ്പോൾ 1 മിനിറ്റ് തികയുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ, ഞാൻ ഷോട്ടിലാണ്, ഞാൻ തിരക്കിലാണ്. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഫോൺ കോൾസ് പുള്ളിക്ക് ബുദ്ധിമുട്ടാവുന്ന പോലെ തോന്നി. ഞാനിനി വീണ്ടും ഡേറ്റ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ട് പുള്ളി തെറ്റിദ്ധരിക്കുന്നതായിട്ട് തോന്നി. ഇതൊക്കെ ഇനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. തോന്നലൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഇവിടെ തന്നെ പല രീതിയിൽ എക്സ്പോസ് ആയിട്ടുണ്ട് ആൾ. അതുകൊണ്ട് സിനിമകളൊന്നും ഇനി വേറെ ഇതൊന്നുമില്ല, തോന്നലൊന്നുമില്ല, കറക്റ്റ് തന്നെ. ഇനി നമ്മുടെ ടിനിയേട്ടനിലോട്ട് വരാം. ടിനിയേട്ടൻ സലീമേട്ടൻ്റെ ആ ഒരു ചടങ്ങിൽ വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ണുനീരൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ കുറേ പേര് പറയുന്നു റിയൽ കരച്ചിലാണ്, കുറേ പേര് പറയുന്നു ഉടായിപ്പാണ്, ഇവന് സ്ക്രീനിൽ അഭിനയിക്കാൻ അറിയത്തില്ല, ഈ പറയുന്ന പോലെ ഇവിടെ വന്ന് അഭിനയിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് അതൊരു രീതിയിൽ. പിന്നെ വേറെ കുറേ പേര് പറയുന്നുണ്ട് ഇത് ഒറിജിനൽ കരച്ചിലായിരിക്കും, കാരണം ഇവന് അഭിനയിക്കാൻ അറിയത്തില്ല, അങ്ങനത്തെ രീതിയിൽ ആൾക്കാർ ഊക്കുന്നു പല രീതിയിൽ. ഓക്കെ, എന്തായാലും ഒരു വീഡിയോ കൊടുക്കുക. കട്ടയ്ക്ക് വന്ന് കരയുന്നുണ്ട്. ഇവരൊക്കെ നല്ല കമ്പനിയായിരുന്നു, ചിലപ്പോൾ റിയൽ ആയിട്ട് കരയും. പിന്നെ ചില സാഹചര്യത്തിൽ എനിക്ക് തന്നെ തോന്നി ഇത് ഇത്ര ഓവറായില്ലേ കരച്ചിൽ എന്നും തോന്നി. സ്വാഭാവികം. പ്രത്യേകിച്ച് റീസൺലി ഈ ടിനി ടോമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വിഷയങ്ങൾ നടക്കുകയാണ്. ഓക്കെ, വിഷയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ വിഷയങ്ങളാണ് നടക്കുന്നത്. ഇതെന്നാ പൊത്തിപ്പിടിച്ചൊക്കെ കരയാണ്. ഓക്കെ, ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒന്നൊരു കരച്ചിലിറക്കുമ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് സഹതാപം തോന്നി ടിനിയേട്ടാക്കി ജയ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമെന്ന് വിചാരിച്ചിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ കരയാം. അറിയാൻ പാടില്ലടേ, നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പാടാണ്, ഭയങ്കര പാടാണ്. നമുക്കൊരു പട്ടിയെ പൂച്ചയെ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ വളരെയധികം എളുപ്പമാണ്. അത് നമ്മളവിടെ ആദ്യം ചെയ്യുന്ന അപ്രോച്ച് സ്നേഹത്തോടെ ആണെങ്കിൽ ആ അപ്രോച്ച് തന്നെ ആയിരിക്കും അത്യാവശ്യം, അതിന് വേറെ അസുഖങ്ങളൊന്നും വന്നില്ലെങ്കിൽ. അതുകൊണ്ട് പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വിധം പറയാൻ പറ്റും അത് നമ്മൾ ആക്രമിക്കുകയോ ഇല്ലെന്ന്. പക്ഷേ മനുഷ്യന്മാരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ലടേ, അത് വലിയൊരു സംഭവമാണ്. എന്തായാലും ടിനിയേട്ടൻ നല്ല കരച്ചിലും ദുഃഖത്തിലും സങ്കടത്തിലും ഒക്കെ ആണ്. ഓക്കെ, നാദൃശ്യമൊക്കെ നിൽക്കുന്നു. ഇത് മറ്റേ ദൃശ്യമല്ലേ ബാക്കിലിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ടിനിയേട്ടൻ്റെ കരച്ചിൽ ഒരു വിധം. ഇനി ഞാൻ വേറെ വീഡിയോ കൊടുക്കാം കേട്ടോ.
അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ടിനി ടോം is on here. ടിൻഷേട്ടാ, പറ, ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടുവിശേഷം കുറച്ച് ആദ്യമായിട്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കിട്ടുന്നത് സലീമേട്ടനെ. അപ്പൊ സലീമേട്ടനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സലീമേട്ടനെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഫോറത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നത് കുറെ നാൾ കൂടിയിട്ടാ, എത്ര വർഷമായിട്ടുള്ള പരിചയമാണ്. മൈൽ സ്റ്റോൺ ഇപ്പോൾ കിട്ടിയല്ലോ. എന്നാലും സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? ഭൗതികം, ഭൗതികോ? ബുദ്ധിയുള്ള കോമഡികൾ ഞാൻ കണ്ടുപഠിച്ചതും എൻജോയ് ചെയ്തൊക്കെ സലിയപ്പൻ്റെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് കയറിയിട്ട്, മറ്റൊക്കെ മോശമായിരുന്നല്ല പറയണത്, അത് പഠിച്ചതും എനിക്ക് ഷോസ്, അതിനുശേഷമാണ് ഞാൻ ഈ സവാരി ഗിരി 5 സ്റ്റാർ തട്ടുകടയൊക്കെ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മളെ ടിനിയേട്ടൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ആൾക്ക് ഒരു വിഷമം കാണൂടെ, വിഷമമൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ ഈ കരയുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നി ഓവർ കരച്ചിലാണെന്ന്. പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ജയറാമിന്റെ കേസ് തന്നെ കണ്ടില്ലേ, പറയാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിച്ചു ജയറാം ഇങ്ങനെ ഇത്രയും വലിയ ഉടായ്പായിരുന്നെന്ന്, വിനയകുമാരൻ വികടകുമാരനായിരുന്നെന്ന്. അതുകൊണ്ടാണ് പറയാം, നമുക്കൊന്നും തീർത്തും കൊണ്ട് പറയാൻ പറ്റത്തില്ല. എങ്കിലും എവിടെയോ ഒരു ചീഞ്ഞു നാറ്റം ഫീൽ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും കൊള്ളാം, കരയുന്നവരൊക്കെ കരയട്ടെ, ചിരിക്കുന്നവരൊക്കെ ചിരിക്കട്ടെ. കുറേ പേരൊക്കെ ചിരിക്കുകയാണ്, മരണ വീട്ടിൽ ഒന്ന് ചിരിക്കുന്നു. കുറേ പേര് കരഞ്ഞാൽ പ്രശ്നം, കുറേ പേര് ചിരിച്ചാൽ പ്രശ്നം. പിന്നെ ടിനി ടോമിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അവനായിട്ട് തോന്നി, ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം റീസെന്റ് ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് 5 അടിച്ച് ഏറെ കയറ്റി വിട്ട് ടിനി ടോമിന്റെ സകലമാന ഉടായ്പകളും നാട്ടുകാർ അറിഞ്ഞ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ആശാൻ ഒരു പക്ഷേ ഒന്ന് മൂഞ്ചാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് കുറച്ച് കരഞ്ഞിട്ട് സഹതാപം പിടിച്ച് പറ്റിയാലോ എന്നാലോചിച്ചാൽ തെറ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. എന്നാലും അങ്ങനെ ആലോചിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് നാട്ടുകാർ ഇങ്ങനെ പറയുന്നത്. ഞാനടക്കം അങ്ങനെ ചിന്തിക്കുകയാണ്, അഭിനയിക്കുകയാണ്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് സീരിയസ്ലി. പക്ഷെ അറിയില്ല, നമുക്കിപ്പോൾ ജയറാമിന്റെ കേസ് എടുത്താൽ ഇത്രയും വലിയ വിനയകുമാരൻ വികടകുമാരനാവുമെന്ന് വിചാരിച്ചാൽ ആരുടെയും കാര്യം പറയാൻ പറ്റത്തില്ല. ഞാൻ ലോകം കണ്ടോടായിപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്കറിയല്ലേ, ഓക്കെ, അത് വിഷയമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും സലീമേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വിഷയത്തോട് വിഷയം ഇനി എനിക്ക് സത്യം പറഞ്ഞാൽ പിടിച്ച് ഉരയ്ക്കാനാന്ന് തോന്നി. അവൾ ചിരിച്ച് കളിച്ച് പോയാണ്. എന്നാ ഇന്ന് നീ അവിടെ വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അത്രയ്ക്ക് വിഷയം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.